ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കാത്തൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടി പോകാനുള്ള പ്രിപ്പറേഷൻസ് വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ പോണ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ആണ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെയും ചേട്ടൻ്റെ എല്ലാ ഡ്രസ്സും കൂടെ എടുത്ത് വെച്ചപ്പോൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെത് ഒരു സെപ്പറേറ്റ് ആക്കി, ചേട്ടൻ്റെ ഒരു സെപ്പറേറ്റ്, അങ്ങനെ 2 ട്രക്കിംഗ് ബാഗിലാക്കിയാണ് ഞങ്ങളെല്ലാം കൊണ്ടുപോയത്. എല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി കൊണ്ട് തീരില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എല്ലാം നമ്മൾ പെട്ടെന്ന് ചിട്ടപ്പെട്ടിന്നാക്കി. അത് ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് കേട്ടോ, ടൈം ലാപ്സിൽ നമുക്കിങ്ങനെ ഒതുക്കുന്നതായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു തൃപ്തിയാണ്. പക്ഷേ അതിൻ്റെ ബാക്കിൽ നമ്മൾ നല്ല സ്ലോയിലാണ് എല്ലാം പറക്കി എടുക്കുന്നത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തു. തലേദിവസമായിരുന്നു കേട്ടോ എല്ലാം സെറ്റാക്കിയത്. സെറ്റാക്കിയപ്പോൾ തന്നെ മനസ്സിലൊരു മനസ്സുഖമുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഒരു കാര്യം, നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ ഊട്ടി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ സീരീസ് ആയിട്ടായിരിക്കും, കാരണം കുറേ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മേക്കപ്പ് സെറ്റിലോട്ടാണ് കേട്ടോ പോയത്. മേക്കപ്പ്, പിന്നെ കുറച്ച് സ്പ്രേ ഐറ്റംസ്, അതെല്ലാം ഇങ്ങനെ അടുക്കി പറക്കി എല്ലാം വെച്ചിരുന്നു കേട്ടോ. പിറ്റേ ദിവസം എല്ലാം റെഡി ആയതിനു ശേഷമാണ് ഞാൻ പിന്നെ എല്ലാം ബാഗ് ഇതിലാക്കിയത്. അപ്പം അതിൻ്റെ ദിവസം പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷൂസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഷൂസൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ചേട്ടൻ കുറച്ച് ചെരുപ്പും എനിക്കും ഷൂസും ഒക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നെടുമങ്ങാട് എന്നുള്ള ഒരു ഷോപ്പിൽ പോയി. അങ്ങനെ അവിടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കില്ലേ ചെരുപ്പുകൾ, അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം റെഡിയായി സെറ്റായി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നാണ് പിന്നെ നമ്മളവിടുന്ന് ഊബർ പിടിച്ച് ഓട്ടോയിലാണ് ഞങ്ങൾ പിന്നെ അരിസ്റ്റോ ജംഗ്ഷൻ അവിടെയാണ് കേട്ടോ ബസ് വന്നത്. സ്ലീപ്പർ ബസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഒരു 8 മണി 8:30 അടുപ്പിച്ച് ഞങ്ങളവിടെ എത്തി, എല്ലാം സെറ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ ബസ്സിൽ അങ്ങോട്ട് പോയത്. അരിസ്റ്റോ ജംഗ്ഷൻ താഴെയായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ചേട്ടൻ ഫ്രൈഡ് റൈസ് പറഞ്ഞു, ബാക്കിയെല്ലാവരും അപ്പമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കഴിച്ചെങ്കിലും ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിട്ട് വാരി ഗൈസ് ഞങ്ങളെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പിന്നെ ബസ് കിടക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ വന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അവിടെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നേരെ കോയമ്പത്തൂർ, നേരെ ഊട്ടി സ്ട്രൈറ്റ് ബസ് ഇല്ല. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങിയിട്ടാണ് പിന്നെ അവിടുന്ന് വേറൊരു ബസ് പിടിച്ച് അങ്ങനെ 3 ബസ് കയറി മാറി ഇറങ്ങേണ്ടി വന്നു ഗൈസ്. അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ടാറ്റാ.